സാമ്പത്തികമായി പിന്നോട്ടു പോയ രോഹിത് ഒരു വീട് നോക്കുന്ന ജോലി ഏറ്റെടുത്തു. ആ വീട് പഴക്കമുള്ളതും ഒരുതരം ഭയം നിറഞ്ഞതുമായിരുന്നു. ഒരു ആഴ്ചത്തേക്കായിരുന്നു ആ ജോലി. ആ വീടിൻ്റെ ഉടമസ്ഥ, ഒരു വയസ്സായ സ്ത്രീ, അവനോടൊരു കാര്യം മാത്രം പറഞ്ഞു: നിനക്ക് ഈ വീട്ടിലെ ഏത് മുറിയിൽ വേണമെങ്കിലും പോകാം, പക്ഷേ മച്ചിലേക്ക് മാത്രം പോകരുത്. രോഹിത് സമ്മതിച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ ആകാംക്ഷ നിറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ അവനെ മച്ചിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. മൂന്നാം രാത്രി മച്ചിലേക്ക് പോകുന്ന ഒരു വാതിൽ അവൻ കണ്ടു. അത് തുരുമ്പിച്ച താഴുവെച്ച് അടച്ചിരിക്കുകയായിരുന്നു. ഒരുതരം തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നെങ്കിലും അവൻ വാതിൽ തുറന്നു. മച്ചിനകത്ത് പഴയ സാധനങ്ങളും ചീഞ്ഞ ഒരുതരം മണവുമുണ്ടായിരുന്നു. ഒരു മരക്കുതിര ഒരു മൂലയിലിരിക്കുന്നത് അവൻ കണ്ടു. അതിൽ തൊട്ടപ്പോൾ ഒരു നേരിയ ചിരി അവൻ കേട്ടു. ദുരൂഹമായ കാര്യങ്ങൾ അവിടെ തുടങ്ങി. രാത്രികളിൽ അവൻ്റെ തലയ്ക്കു മുകളിൽ കാൽപ്പെരുമാറ്റം കേട്ടു. മച്ചിലുള്ള ആ മരക്കുതിര തനിയെ ചലിക്കാൻ തുടങ്ങി. ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. അവിടെ നിന്നും അവൻ ഒരു പഴയ ഡയറി കണ്ടെത്തി. അത് വീടിൻ്റെ ഉടമസ്ഥയുടെ മുത്തച്ഛൻ്റേതായിരുന്നു. അതിൽ മച്ചിൽ ഒരു കൊച്ചുകുട്ടി കുടുങ്ങിക്കിടന്നും മരിച്ചെന്നെഴുതിയിരുന്നു. ഡയറിയുടെ ഒരു പേജ് കീറിപ്പോയിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ആത്മാവ് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ ദുഃഖവും ദേഷ്യവും നിറഞ്ഞിരുന്നു. ആരും അവളെ സ്നേഹിക്കാത്തതുകൊണ്ട് ഒരു ബന്ധു അവളെ മച്ചിൽ പൂട്ടിയിട്ടതായിരുന്നു. ആ പ്രേതത്തിന് അവനെ ഉപദ്രവിക്കാൻ തോന്നിയില്ല. അവൾക്ക് സത്യം അവനെ അറിയിക്കണമായിരുന്നു. ആ കീറിപ്പോയ പേജ് അവൻ ആ മരക്കുതിരയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി. അതിൽ ആ കൊലയാളിയുടെ പേരുണ്ടായിരുന്നു. അത് ആ വയസ്സായ സ്ത്രീയുടെ മുത്തച്ഛൻ്റേതായിരുന്നു. പേടിച്ചു വിറച്ച് രോഹിത് ആ വീട് വിട്ടുപോയി. ആ സ്ത്രീ ആ വീടിനെ സംരക്ഷിക്കുകയായിരുന്നില്ല, മറിച്ച് ആ പ്രേതത്തിൻ്റെ രഹസ്യം സംരക്ഷിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി. ആ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അവൻ അറിയാതെ അറിഞ്ഞു. ആ പ്രേതവും അതിൻ്റെ നീതിക്കുവേണ്ടിയുള്ള കരച്ചിലും അവനെ എന്നും വേട്ടയാടി.